ആ മകൾക്ക് വേണ്ടി ഗർഭിണിയായ മകൾക്ക് വേണ്ടി അമ്മ സ്പെഷ്യലാണോ മമ്മി? സൂക്ഷിച്ചു വെച്ചിരുന്ന കുളത്തിലെ മീൻ പിടിച്ചതായിരുന്നു. ആ ഇത് കരിമീൻ പോലെ ഉണ്ടല്ലോ. ഡാഡി പോണേന് മുമ്പ് പിടിച്ചതാ. ആഹാ. അപ്പം ഞാൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് സൂക്ഷിച്ചു വെച്ചതാ മകൾക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടോ അതോ പായലയോവയുണ്ടോ? ഒരു വായുവിനൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ട്. പിന്നാണ് മമ്മിയുടെ സ്പെഷ്യലാണ് എനിക്ക് വേണ്ടി അല്ലേ? സ്പെഷ്യലാണ്. പിന്നെ ചക്കയുടെ എനിക്കായിട്ടുണ്ട്, ചക്കയുടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. വാവ്, തീർന്ന കേട്ടോ ഇത് മമ്മി കൊറേ നാളായിട്ട് പറയുന്ന തീർന്നതൊക്കെ. ജനങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇന്നലെ. അതെ അല്ലേ? ഇഷ്ടപ്പെട്ട് അരിഞ്ഞുണ്ടാക്കിയതെന്ന് ഓർത്തോ. ഓഹോ, മമ്മി കഴിഞ്ഞതിന്റെ മുമ്പത്തെ മാസം മമ്മി പറഞ്ഞായിരുന്നല്ലോ ചക്കയുടെ തീർന്നെന്ന്. ഇത് ഇന്നലെ കിട്ടിയതാന്ന് പറഞ്ഞില്ലേ? ആഹാ. എവിടുന്നേലും ഒക്കെ ഇവിടെ ചക്ക ഉണ്ട് കേട്ടോ എല്ലാ മാസവും അല്ലേ? എല്ലാ മാസവും തീരുമെന്ന് പറഞ്ഞു, അവിടെ ഇല്ല. അതെ അല്ലേ? തീർന്നു. നമുക്ക് എങ്ങോട്ടും കറങ്ങാൻ പോയല്ലോ മമ്മി? എന്നാ അമ്മി ഡേറ്റ് അടുക്കാറായെന്ന് പറഞ്ഞ വീട്ടിൽ കുത്തിയിരിക്കാൻ പറ്റുമോ? മമ്മി മൂക്കുത്തിയൊക്കെ മാറിയിട്ടാ. പക്ഷെ വലിയ മാറ്റമൊന്നും തോന്നുന്നില്ലല്ലോ അമ്മി. അതും വെള്ളക്കല്ലല്ലായിരുന്നോ നേരത്തെ ഇട്ടേ അല്ലേ? പക്ഷെ ഈ പാത്രത്തിൽ കുറച്ച് അടി പിടിക്കുന്നുണ്ടല്ലേ? അമ്മി ഒരു മീൻ വറുത്തിട്ട് അടുത്ത പണിക്ക് പോകാനുള്ള അന്നേരം തണുത്ത് കഴിഞ്ഞിട്ട് വറക്കാൻ സമയമുണ്ടോ? അങ്ങനെ പറ്റില്ല. ഇത് മീൻ ഒരു വശമായി കഴിയുമ്പോൾ അത് ഓഫ് ചെയ്തിടണം. എന്നിട്ട് തണുത്ത് കഴിയുമ്പോഴേ മറിക്കാവുള്ളൂ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഈ ജന്മം അടുക്കള പണി തീരില്ലെന്ന് സാരം അല്ലേ? എന്താ മോളെ രുചിക്കൊക്കെ കൂട്ടണമെങ്കില്. പക്ഷെ ഇതാണല്ലേ മീ ഹെൽത്തി നോൺ സ്റ്റിക്കിനെക്കാളും അല്ലേ? ഇത് ഒരു കുഴപ്പമില്ലാന്നേ. ഒരു ചിലരുണ്ടല്ലോ ഇതിനകത്ത് അരിയിടും, എണ്ണ ഒഴിച്ചിട്ട് അവര് കുറച്ച് അരി അങ്ങോട്ട് വിതറിയിടും. അതെന്നാ? അത് അടി പിടിക്കാതിരിക്കാൻ. എന്നിട്ട് അതുകൊണ്ട് പ്രയോജനം ഉണ്ടോ? അങ്ങനെ പിടിക്കാറില്ല. അങ്ങനെയൊക്കെ ചെയ്താലും കേട്ടോ. അതിലെ കറിവേപ്പില ഇടും, അരി ഇടും, ഏതെങ്കിലും ചെയ്താൽ മതി. പാത്രം ആയതുകൊണ്ട്